മറ്റൊന്ന് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഭഗവാന്റെ മറ്റൊരു ഗൃഹസ്ഥ ശിഷ്യനാ സഹോദരൻ അയ്യപ്പൻ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു 6-7 കിലോമീറ്ററേ ഉള്ളൂ ചെറായിയിലാണ് സഹോദരൻ ജനിച്ചത്. ബിയക്കാരനായ സഹോദരൻ നിരീശ്വരവാദിയാണ്. യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയായിരുന്ന സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഭഗവാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ധർമ്മം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതമെന്ന് പറഞ്ഞു. ചില പാരവയ്പ്പുകാർ ഗുരുവിനോട് ചെന്ന് പറഞ്ഞു, ഇവനാള് പെശക, ഇവൻ ഗുരുവിൻ്റെ വചനങ്ങളെ പോലും മാറ്റി പറയുന്നു. അയ്യപ്പന് വിഷമായി. ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു വന്നപ്പോൾ അയ്യപ്പൻ കാണാൻ ചെന്ന അദ്വൈതാശ്രമത്തിൻ്റെ മുന്നിൽ നിന്നു. ഗുരുവിനൊരു ദർശന മാത്രയിൽ അറിയാം ആരാണ് അയ്യപ്പനെന്ന്. പുറത്തിറങ്ങി വന്നിട്ട് വേറൊന്നും ഒഴിഞ്ഞില്ല. ഗുരു പറഞ്ഞു, അയ്യപ്പ വിഷമിക്കേണ്ട, പോയി നിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയ്യപ്പൻ മിശ്രഭോജനത്തിന് തിരികൊളുത്തി. അയ്യര് പുലയന്റെ മകൻ കണ്ണൻ കുഴച്ച ചോറിൽ നിന്ന് അന്ന് ഈഴവനും താഴോട്ടുള്ള ജാതിക്കാരും തമ്മിലുണ്ടില്ല, ഒരേ പന്തിയിലിരിക്കില്ല. സമാന ചിന്താഗതിയുള്ള ചെറുപ്പക്കാരെ കൂട്ടി അയ്യൊരു പുലയന്റെ കണ്ണൻ കുഴച്ച ചോറിൽ നിന്ന് കടലക്കാമെഴുക്ക് വരട്ടിയതും ചോറും കുഴച്ച് ഇവരെല്ലാം നിന്നു. പുലയനയ്യപ്പനെന്നും പുലക്കൊട്ടിയെന്നും പുലച്ചോനെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഊരുവിലക്ക് കൽപ്പിച്ചു. വിജ്ഞാനവർദ്ധിനി സഭ പുറത്താക്കി. പലരും സഹോദരനെ കൊല്ലുവാനായിട്ട് കുന്തങ്ങളും കഠാരയും ഒക്കെ ആയിട്ട് വളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സഹോദരൻ അയ്യപ്പൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 21 കന്നി 5 മഹാസമാധിക്ക് നമ്മൾ ആ മഹാസമാധി സമയത്ത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും അത്. ജരാരുജാമൃതി ഭയാമേഴാ ശുദ്ധ യശോ നിർവാണത്തെ അണഞ്ഞ സൽഗുരു ജയാ നാരായണ ഗുരു സ്വാമിൻ ദേവ ജയാ ഭഗവാനെ ജയാ ജഗദ്ഗുരു. അല്ലേ? അങ്ങനെയാണ് ആ സമാധി ഗാനം തുടങ്ങുന്നത്. അതിൽ സഹോദരൻ തൻ്റെ ദൈവത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന് ഒരേ ഒരു ദൈവം ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീനാരായണ ഭഗവാനായിരുന്നെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പറയുന്നുണ്ട്, നമ്മൾ ആരെയാ നാരായണ എന്ന് വിളിക്കുന്നത്? നാരായണമൂർത്തി, നാരത്തിൽ ലയനം ചെയ്യുന്നവൻ നാരായണൻ ഭഗവാനാണ്. ജയാ നാരായണ ഗുരു സ്വാമിൻ ദേവ, സ്വാമിയെ, ദൈവമേ, ദേവ, ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നത് ഈശ്വരനെയാണ്. സഹോദരൻ അയ്യപ്പന്റെ മനസ്സിലെ ദൈവമായിരുന്നു ശ്രീനാരായണ ഭഗവാൻ. ആ സമാധി ഗാനത്തിൽ സ്പഷ്ടമായിട്ട് ശ്രീനാരായണ ഗുരുദേവന് ആ സമാധി ഗാനത്തിൽ സഹോദരൻ അയ്യപ്പൻ വളരെ സ്പഷ്ടമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്. ഒരിക്കൽ വിവേകോദയം മാസികയിൽ ശ്രീനാരായണ ഭഗവാനെ തൊഴുതു നിൽക്കുന്ന, ഗുരുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഒരു പടാച്ചടിച്ചു വന്നു സഹോദരൻ അയ്യപ്പൻ്റെ. അപ്പോഴേക്കും യുക്തിവാദികൾ ഓടിക്കൂടി. ഈ യുക്തിവാദി ചോദിച്ചു, കോവൂരാണെന്ന് എനിക്ക് തോന്നുന്നു. യുക്തിവാദികൾ ഓടിക്കൂടി സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, ഹേ, താങ്കൾ ഒരു നിരീശ്വരവാദിയല്ലേ? ശരിയാണ്, നിരീശ്വരവാദിയാണ്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് തെറിപ്പാട്ട് പാടുന്നതിനെതിരെ പോലും സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. മതിവിട്ട് മദ്യം കുടിച്ചിടുന്ന, തെറിപാടി ലോകം മുടിച്ചിടുന്ന നരകത്തിൻ വാതിലാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാ ഗുരുവിൻ്റെ ചിത്രത്തിൽ. അവരോടിക്കൂടിയിട്ട് ചോദിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ കൊടുത്തൊരു ഉത്തരവുണ്ട്. സഹോദരൻ അയ്യപ്പൻ എന്താണെന്നോ പറഞ്ഞത്? അതെ, എനിക്കെൻ്റെ ചിന്തകളെ, എനിക്കെൻ്റെ വിപ്ലവത്തെ, എനിക്കെൻ്റെ കമ്മ്യൂണിസത്തെ, എനിക്കെൻ്റെ സോഷ്യലിസത്തെ എല്ലാം ഉപേക്ഷിക്കാൻ എനിക്കാകും. പക്ഷേ എൻ്റെ ഗുരുവിനെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. സഹോദരൻ അയ്യപ്പൻ കൊടുത്ത മറുപടി ഇതാ. ഇതിൽ കൂടുതൽ സഹോദരൻ അയ്യപ്പൻ്റെ ദൈവം ആരായിരുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവ് വേണോ? ആ ഭഗവാൻ, ശ്രീനാരായണ ഭഗവാൻ 73 വർഷക്കാലം അവതാര ലീലകളാടിയിട്ട്
ഒരു പഴം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പച്ചില കൊണ്ട്, ഒരു കടാക്ഷം കൊണ്ട് അനേകായിരങ്ങളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? നമ്മളൊന്ന് ശ്രീനാരായണ ഗുരുദേവനെ, ഒന്നും വേണ്ട, ശിവഗിരി കുന്നിന്റെ നെറുകയിൽ ശിവസാന്നിധ്യമായിട്ടാ ഭഗവാൻ വാണരുളുന്നത്. MP മൂത്തയിടത്ത് ഇറ്റലിയിൽ നിന്ന് പ്രൊഫസർ തവർലിയെ കൊണ്ടുവന്ന് പണി കഴിപ്പിച്ച ആ മഹാസമാധി മന്ദിരമുണ്ടല്ലോ, അന്ന് ഏറ്റവും മുന്തിയ മാർബിൾ കൊണ്ടുവന്ന് പണി കഴിപ്പിച്ചു MP മൂത്തയിടത്ത് അല്ലേ? MP മൂത്തയിടത്ത് ഒരിക്കൽ ആലുവയിൽ ഗുരുവിനെ കാണാൻ ചെന്നു. ഒരു പിടി നാണയം കാണിക്കയായി വെച്ചു. അതിൽ നിന്നൊരു നാണയം എടുത്തിട്ട് ബാക്കി കൊടുത്തിട്ട് ഗുരുദേവൻ പറഞ്ഞു, പോയി വ്യവസായം ചെയ്യൂ. മൂത്തയിടത്ത് വ്യവസായം ചെയ്ത് റെയിൽവേ കോൺട്രാക്ടറായി ധനാഢ്യനായി മാറി. ശ്രീനാരായണ ഭഗവാൻ മഹാസമാധി അടഞ്ഞു എന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല മൂത്തയിടത്തിന്. ആ മഹാസമാധി മന്ദിരം MP മൂത്തയിടത്തിന്റെ വഴിപാടായി, MP മൂത്തയിടത്തിന് ഭഗവാനോടുള്ള കടപ്പാടായി ഏറ്റവും മുന്തിയ രീതിയിൽ അന്ന് പണി കഴിപ്പിച്ചു കൊടുത്തു. അവിടെ ആ ശിവഗിരി കുന്നിന്റെ നെറുകയിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ പോകുമ്പോൾ ശാരദാദേവിയെ തൊഴുതങ്ങ് കയറുമ്പോൾ അവിടെ ഒരു നന്ദികേശനുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ? ശിവഗിരിയിൽ പോകുമ്പോൾ ശാരദാദേവിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ശാരദാദേവിയുടെയൊക്കെ പ്രതിഷ്ഠ അല്ലേ? താന്ത്രികാചാര്യ വിധിപ്രകാരമുള്ള എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഗ്രന്ഥം കൊടുത്തു ദേവിയുടെ കയ്യിൽ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ അല്ലേ? ശാരദേ എന്ന് ഗുരു വിളിച്ചാൽ എന്തോ എന്ന് വിളി കേൾക്കുമായിരുന്നു എന്നാ പറയുന്നത്. അത്രയും ശക്തിയുള്ള 51 അക്ഷരത്തിൻ്റെ തറവാട്ടമ്മയെയാണ് ആ വെള്ള പളുങ്കൊത്ത മൺചരലിൽ സൂര്യപ്രകാശം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സ്വർണ്ണ താമരയിൽ സർവവരദായിനിയായി അവിടെ ശാരദാദേവി ഇരിക്കുന്നത്. ആ ശാരദാദേവിയെ കണ്ട് കൽപ്പടവുകൾ കയറുമ്പോൾ നന്ദികേശനുണ്ട്. ഗുരുവിനോടൊപ്പം ജീവിച്ചിരുന്നവർ എഴുതി വെച്ചിരിക്കുന്നു, ഒരിക്കൽ അവിടെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. വെറുതെ തോരണങ്ങൾ തൂക്കി ഒരു പർണശാല, ഒരു ഓലക്കുടിൽ കെട്ടി അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ എഴുതി വെച്ചിരിക്കുന്നു. ആ ശിവലിംഗം ഒരു ദിവസം പൊട്ടിത്തെറിച്ച് പർണശാലയ്ക്ക് കത്ത് പിടിച്ചു. ഗുരുവില്ല എന്ന്, ഗുരു ശിവഗിരിയിലില്ല. ഇവിടെ ഈ ശിവലിംഗം പൊട്ടിത്തെറിച്ച് പർണശാല കത്ത് പിടിച്ചു. ആ സമയത്ത് ഗുരുദേവൻ 5 തെങ്ങിലെ ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ, ഇന്ന് നിങ്ങൾ അവിടെ ചെന്നൊന്ന് ചോദിച്ചു നോക്കുക. ഈ 5 തെങ്ങിലെ ജ്ഞാനേശ്വരം, 5 തെങ്ങെന്ന് പറയുന്ന കടലിന് ചുറ്റുമുള്ള ഒരു സ്ഥലം, കടലാ തീരത്ത് മുഴുവൻ ഉപ്പുവെള്ളം, ഇപ്പോഴും ഉപ്പുവെള്ളം. ഈ 5 തെങ്ങിലെ ജ്ഞാനേശ്വര മൂർത്തിയെ പ്രതിഷ്ഠിക്കാൻ ഗുരു വന്ന് അവിടെ പോയിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ഈ 5 തെങ്ങിൽ ജ്ഞാനേശ്വര മൂർത്തിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടെ നിന്ന് ശിഷ്യന്മാർ ഓടിച്ചെന്ന് പറയുന്നത്, ഗുരുദേവ, ശിവഗിരിയിലെ ശിവലിംഗം പൊട്ടിത്തെറിച്ച് പർണശാലയ്ക്ക് കത്ത് പിടിച്ചു, എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ചോദിച്ചു. ദാ ഇങ്ങനെ ഈ 5 തെങ്ങിലെ ജ്ഞാനേശ്വര മൂർത്തിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഗുരുദേവൻ ഒരു വാക്ക് മൊഴിഞ്ഞു. ഗുരു പറയുകയാണ്, അപ്പൊ താനിങ്ങ് പോന്നു, ഇനി നാം അങ്ങ് പോകാം. ഗുരു പറഞ്ഞ വാചക, അപ്പൊ താനിങ്ങ് പോന്നു. ഇവിടെ ഈ ജ്ഞാനേശ്വരനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ താനിങ്ങ് പോന്നു, ഇനി നാം അങ്ങ് പോകാം. ആ ശിവഗിരി കുന്നിന്റെ നെറുകയിൽ ശിവസാന്നിധ്യമായി വാണരുളുന്ന ഭഗവാനെ അറിയാതെ പോകരുത്, അറിയിക്കാതെ പോകരുത്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.